ഏതൊന്നും മനസ്സിൽ വെച്ചേക്കരുതേ. സാറിന് എന്നെ അറിയാഞ്ഞിട്ടാ. ഞാനെല്ലാം മനസ്സിൽ വെച്ചേക്കുന്ന സ്വഭാവക്കാരല്ല. ഒന്നും മറക്കുക. അവസരം കിട്ടിയ പ്രത്യുപകാരവും ചെയ്യും. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഗെയിം പ്ലേ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ പുതിയതായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, മാക്സിമം കയറി ലൈക്ക് ഇട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ് ചെയ്യാത്തതുകൊണ്ട് മാക്സിമം സബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ ടച്ച് ചെയ്യുക. അതുപോലെ വീഡിയോ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വന്ന് അല്ലെങ്കിൽ ഫസ്റ്റായിട്ട് ആദ്യമായിട്ട് കാണുന്നവർ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മുടെ വീഡിയോയുടെ റീച്ചും കാര്യങ്ങളൊക്കെ തന്നെ കൂടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ഇപ്പോൾ ഭയങ്കര ഡൗൺ ആണ്. ഒന്നാമത് നമ്മുടെ ചാനൽ പോയി നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത ചാനലാണ്. അതുപോലെ നമ്മുടെ മല്ലു പസ്മാസ നമ്മളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മല്ലു പസ്മാസൻ്റെ സബ്സ്ക്രൈബേഴ്സും നമ്മളെ ഇതിലേക്ക് വന്നിട്ടുണ്ട്. എല്ലാവർക്കും വളരെ 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 നന്ദിയുണ്ട്, കാരണം നമ്മളെയും കൂടി സപ്പോർട്ട് ചെയ്യുന്നതിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ടീം. നമ്മളെ പ്ലേയേഴ്സിനൊക്കെ റിന്യൂ ചെയ്ത് നമ്മൾ ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയും കുറച്ച് പ്ലേയേഴ്സിനൊക്കെ കൊണ്ടുവരാനുണ്ട്. ഇപ്പം 3CF ഉള്ള ഫോർമേഷനാണ്. ക്രിസ്ത്യാനോ, നെയ്മർ, SSൽ നെയ്മർ, പിന്നെ റൂമിനിങ് വരുന്ന ഇതാണ് നമ്മുടെ സബ്. ഇതാണ് ഓക്കെ. ഓപ്പൺ ടീം നോക്കാം. ഓപ്പണൻറ്റ് നല്ലൊരു ടീം തന്നെയാണ്, നല്ലൊരു ടീം തന്നെ ഉണ്ട് ഓപ്പോണൻറ്റിനും. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ ഗെയിം പ്ലേയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം. നമുക്ക് വീണ്ടും ഒരു 18K അതിന് മുകളിലേക്കൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ വീഡിയോ റീച്ചും കാര്യങ്ങൾ അത്യാവശ്യം കൂടുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് ഓപ്പണിന് എന്തൊക്കെ തന്ത്രങ്ങളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നുണ്ട്. വരുന്നില്ലല്ലോ ഗൈസ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തുതരം കണ്ടൻറ്റും കാര്യങ്ങളൊക്കെയാണ് വേണ്ടത് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്ത് കണ്ടൻറ്റ് വേണം, അതുപോലെ തന്നെ എന്തൊക്കെ വീഡിയോസ് ഞാൻ ചെയ്യണം എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്താ ഗൈസ് വരുന്നില്ലല്ലോ, കുറേ നേരമായല്ലോ. അപ്പോൾ ഗൈസ് കുറേ നേരം എടുത്തു. മറ്റേ ഭാഗം എന്തായാലും ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരെ നമ്മൾ ഗെയിം പ്ലേയിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ. ഓക്കെ, ഹിവിക്ക് നമുക്ക് നോക്കാം എന്താവും എങ്ങനെയായിരിക്കും എന്നൊക്കെ. നമ്മൾ മാക്സിമം നമ്മുടെ സ്കില്ലും കാര്യങ്ങളൊക്കെ ഇട്ട് മാക്സിമം നമ്മുടെ പഴയ ഗെയിം പ്ലേ രീതി തന്നെ കളിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ ടച്ചാണ്. ഇറ്റ്സ് നെയ്മർ ടു വിയറ നേരെ ഫസ്റ്റ് പാസ് റൊണാൾഡോയിലേക്ക് കൊടുത്തു. ഫസ്റ്റ് പാസ് തന്നെ മിസ്സാവാണ്. ജോഹാൻ ക്രൈഫ് ഓപ്പണൻ ടീമിൻ്റെ. ഓക്കെ, വിയറ ടു റൊണാൾഡോ പാസ് ചെയ്യുമ്പോൾ വിട്ടിട്ടുണ്ട്. ഓക്കെ, കാർലോസ് ടു അഗെയിൻ നെയ്മർ നല്ല ത്രൂ ബോളാണ് റൊണാൾഡോയിലേക്ക്. ഓക്കെ, നമുക്കൊരു ക്രോസ് ചെയ്ത് നോക്കാം. റോബർട്ടോ കാർലോസ് റൂമിനിങ് ഫസ്റ്റ് 5-ാം മിനിറ്റ് തന്നെ നമ്മളൊരു ഹെഡർ ഗോളിലൂടെ റൂമിനിങ്ങിൻ്റെ ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കൗണ്ടർ അറ്റാക്ക്, നല്ലൊരു പൊസിഷൻ ഗെയിമിംഗ് ആയിരുന്നു. പൊസിഷൻ ഗെയിമിംഗ് എടുത്ത് നല്ലൊരു ക്രോസിലൂടെ ഫസ്റ്റ് തന്നെ ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട്. ഓപ്പണിൻ്റെ നല്ലൊരു കൗണ്ടർ അറ്റാക്ക് ആയിരുന്നു. ഓക്കെ, ഇട്ടുവാണ്. ഇറ്റ്സ് മെസ്സി. മിസ് പാസ്സാണ് കഫുവിൻ്റെ. മര്യാദയ്ക്ക് പാസ് കൊടുത്താണ്, ത്രൂ പാസ് ഇടാൻ നിന്നിട്ടാണ്. ഓക്കെ, നമ്മളുടെ മാൾഡീനി എടുത്തിട്ടുണ്ട്. അയ്യോ, അതെന്താ പറ്റിയ ഗൈസ്? ഭാഗ്യം. പിന്നെ പൊന്നെ പിടിച്ചേക്കിന് കിട്ടിയുള്ള സേവാണ്. അതെങ്ങനെയാണ് നമ്മുടെ ടീമിൻ്റെ കാലിന് തട്ടിയിട്ടാണ് അത് ഓപ്പൺ ടീമിൻ്റെ എംബാപ്പയിലേക്ക് പോയത്. ഫ്രീ ചാൻസ് ആയിരുന്നു. ചിലപ്പോൾ ഒരു സ്റ്റണ്ണിങ് ഒക്കെ അടിച്ചിട്ട് ചിലപ്പോൾ വല തുളച്ച് കയറിയാണ്. ക്രൈഫ് എടുക്കുകയാണ് ഓപ്പൺ ടീമിൻ്റെ കോർണർ. ഓക്കെ, നമ്മുടെ ക്രൈഫിൻ്റെ ക്ലിയറൻസ് ആണ്. കൊസ്റ്റക്കൂട്ടയാണ്. ഓക്കെ, നമ്മുടെ കിട്ടിയിട്ടുണ്ട്. ജോഹാൻ ക്രൈഫ് ടു റൂമിനിങ്ങിന് കൊടുത്ത പാസ് അല്ലായിരുന്നു അത്. നമ്മുടെ സ്റ്റിക്കിന് വലിച്ചു വെച്ചതിൻ്റെ മിസ്റ്റേക്കാണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, പാസ് നേരെ റൂമിനിങ് നേരെ ഓഫ് സൈഡിലേക്ക് കയറുവാണ്. ഓക്കെ, ഹെർണാണ്ടസ് നേരെ ചിപ്പ് പാസ്സാണ്. ഓക്കെ, വിയറ ടു ജോഹാൻ ക്രൈഫ് ടു ക്രിസ്ത്യാനോ ടു നെയ്മർ മിസ് പാസ്സാണ് മെസ്സിയിലേക്ക്. അപ്പോൾ മെസ്സിയിലേക്കാണ് കൊടുത്തത്. മെസ്സിനെ കറക്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, വിയറ ഡിഫൻസാണ്, ഇറങ്ങി വന്ന് ഡിഫെൻഡ് ചെയ്യുകയാണ് വിയറ. ഓക്കെ, ജോഹാൻ ക്രൈഫ് ടു നെയ്മർ നേരെ റോബർട്ടോ കാർലോസിലേക്ക് ഒരു ത്രൂ ബോൾ. ഓക്കെ, ക്രൈഫ് ടു റൊണാൾഡോ അഗെയിൻ കാർലോസ് ടു റൊണാൾഡോ. ക്രിസ്ത്യാനോ നല്ലൊരു സ്റ്റണ്ണിങ് ക്രോസ്. കിട്ടുന്നില്ല ഗൈസ്. ഓക്കെ, മെസ്സി കിട്ടിയിട്ടുണ്ട്. ഒരു കേവ് ഷോട്ട് നോക്കാം. എൻ്റെ പൊന്നെ, അതെങ്ങനെയാണ് പുറത്തേക്ക് പോയത്? വിശ്വസിക്കാൻ പറ്റുന്നില്ല ഗൈസ്. അതെന്താ സംഭവിച്ചെന്ന് എനിക്കും അറിയില്ല. ഞാനെന്താ മഠത്തിൽ കാണിച്ചിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് തോന്നില്ല. ദോസാല പോട്ടെ. എന്തായാലും നമുക്ക് ഇനി ഗോൾ സ്കോർ ചെയ്യാൻ നോക്കാം. ജോഹാൻ ക്രൈഫിൻ്റെ കാലത്ത് തട്ടിയിട്ട് നേരെ ബോൾ നമുക്ക് കിട്ടുവാണ്. മാൾഡീനി ടു വിയറ ടു ക്രൈഫ്. ജോഹാൻ ക്രൈഫ് ടു ക്രിസ്ത്യാനോ. നെയ്മർ
വിചാരിച്ച പോലെ കിട്ടിയില്ല ഗൈസ്. നമ്മൾ പെട്ടെന്ന് തന്നെ ഫസ്റ്റ് ടൈം നേരെ കിട്ടുന്ന വെച്ചപ്പോൾ തിരിഞ്ഞെടുക്കുകയാണ്. കാർലോസ് ടു അഗെയിൻ നെയ്മർ ടു. വീണ്ടും മിസ് പാസ്സാണ് ഗൈസ്. നെയ്മറിന് മെസ്സിയിലേക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാ പാസും ഓപ്പണൻറ്റിൻ്റെ ഡിഫൻസ് കൊണ്ടുപോവാണ്. ഓക്കെ, മാൾഡീനി ഡിഫൻസാണ്. നമ്മളൊന്നും നോക്കണം, വേറെ ക്ലിയർ അടിച്ച് വിടുവാണ്. ഓക്കെ, ഹെർണാണ്ടസ്. ഓക്കെ, മെസ്സി എടുത്തില്ല, പകരം കൊസ്റ്റക്രൂട്ടി എടുത്തിട്ടുണ്ട്. നെയ്മർ ഇറ്റ്സ് റോൾ ഓവർ. ഓക്കെ, നല്ലൊരു സ്കില്ലായിരുന്നു. അതവിടെ പോയി. ഓക്കെ, കഫു ടു വിയറ ടു മെസ്സി നേരെ ക്രൈഫ്. ഷെഗൈൻ നെയ്മർ, നല്ല ത്രൂ പാസ്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഫ്രീ ആണ്. ഓക്കെ, നമ്മൾ വീണ്ടും ഒരു ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. 35-ാം മിനിറ്റിൽ വീണ്ടും നമ്മളൊരു ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, റൊമേനിയൻ ടച്ചോട് വീണ്ടും ഓപ്പണൻ്റ് കളി തുടങ്ങുകയാണ്. ഓക്കെ, മെസ്സി എടുക്കുകയാണ്. ഇത് എത്രാമത്തെ ടച്ചാണ് ഗൈസ്? എൻ്റെ പൊന്നെ, എത്ര തട്ടിയിട്ടാണ് വന്നതെന്ന് നോക്കാം. അഗൈൻ ഡിഫൻസാണ് കൊസ്റ്റക്രൂട്ടിയുടെ. ഓക്കെ, നെയ്മർ ടു മെസ്സി ടു റൊണാൾഡോ, ക്രിസ്ത്യാനോ. ഓക്കെ, കാർലോസ് ഓവർലാപ്പ് ചെയ്ത് കയറുന്നുണ്ട്. ഓപ്പൺ ടീമിൻ്റെ ത്രോ തന്നെയാണ്. റുമിനിങ് ടു മാനെ, എംബാപ്പെ. നല്ലൊരു സ്പീഡ് പ്ലേയേഴ്സാണ് കേട്ടോ ഓപ്പണിൻ്റെ 11ൽ. അത് മൂഞ്ചി കൈസോ എൻ്റെ പൊന്നെ. അയ്യോ, എന്തൊക്കെയാണ് കാണിച്ച് കൂടണ കൈസ. എന്തോ ഭാഗ്യം രക്ഷപ്പെട്ടു. ഓക്കെ, നേരെ നമ്മൾ കഫൂലേക്ക് കൊടുക്കണം. എന്തോണ് ഹൈസ്, എവിടെ പോയി ഇരിക്കുകയാണ് എൻ്റെ കഫ്. അങ്ങനെ അതും മൂഞ്ചിലാണ്. ഫസ്റ്റ് ഹാഫിൻ്റെ അവസാനത്തേക്ക് ഭയങ്കര മൂഞ്ചിലാണ്. കളി എന്തൊക്കെയോ ആക്കുന്നുണ്ട്. ഓക്കെ, ഡിഫൻസാണ്. മാൾഡീനിയുടെ ഭാഗം ഒരു ഡിഫൻസ് കിട്ടിയിട്ടുണ്ട്. നേരെ നമ്മൾ നെയ്മറിലേക്ക് കൊടുക്കുന്നത്. ഫസ്റ്റ് ഹാഫ് ഇവിടെ അവസാനിക്കുമ്പോൾ 2-0 എന്ന ഇതിൽ നമ്മൾ ലീഡ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ 67% ബോൾ പൊസിഷനും 3 ഷോട്ടും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. ഏറെക്കുറെ കളിച്ച് നമ്മളാണെന്ന് തന്നെ പറയാം. ഓപ്പണിൽ നല്ല ചാൻസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ മണ്ടത്തരത്തിലൂടെ കുറേ ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും മുതലെടുക്കാൻ ഓപ്പണിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഡിയായിട്ട് നേരെ കൊടുത്ത പാസ് നമ്മൾ നെയ്മർ എടുക്കുകയാണ്. ഒരു റോൾ ഓവർ നടക്കുകയാണ്, അതും നടന്നില്ല. ഓക്കെ, അത് മിസ്സാണ്. ഇറ്റ്സ് റൂമിനിങ് ആണ്. എൻ്റെ അപ്പം എജ്ജ ഡിഫൻസ് ആയിരുന്നു, മൾഡീനിയുടെ എജ്ജ ഡിഫൻസ്. ഓക്കെ, ക്രൈഫ് ടു വിയറ. നല്ലൊരു കൗണ്ടർ അറ്റാക്ക് കിട്ടുമോ നോക്കാം നമുക്ക്. മെസ്സി ടു റൂമിനിങ്. അത് നേരെ നമുക്ക് കഫൂലേക്ക് കൊടുത്താൽ മതിയായിരുന്നു. അഗെയിൻ മെസ്സി, കഫു ഓവർലാപ്പ് ചെയ്ത് കൊടുത്തിട്ട് നല്ലൊരു ഡബിൾ ടച്ച്. വേണ്ടായിരുന്നു. ഫസ്റ്റ് പാസ് അഹങ്കാരമാണ് ഗൈസ്. ഓക്കെ, മെസ്സി ടു കഫു നേരെ വീണ്ടും മെസ്സി. കഫു ഓവർലാപ്പ് ചെയ്ത് കയറി വരുന്നുണ്ട്. നല്ലൊരു ക്രോസ് ഇട്ട് വെക്കാം. ഇറ്റ്സ് റൊണാൾഡോ പാസ്. എൻ്റെ പൊന്നെ, ആ സ്റ്റണ്ണിങ് പാസ് ആയിപ്പോയി, അതാ പറ്റിപ്പോയെ. വേറെ എടുക്കുകയാണ്. ഇറ്റ്സ് റുമിനി. അയ്യോ കൺട്രോൾ കിട്ടിയില്ല. പെട്ടെന്ന് ബാക്കിലേക്ക് ഫ്ലിക്ക് ചെയ്യാൻ നോക്കി, നടന്നില്ല. അതും മൂജിയുണ്ട്. കുറേ ചാൻസ് കിട്ടുന്നുണ്ട്, അത് നമ്മൾ തന്നെ ആയിട്ട് കൊണ്ട് കളയുന്നുണ്ട്. അവസാനം നമ്മളെ തോക്കും തോന്നുന്നുണ്ട്. ഓപ്പണൻ്റ് കമ്പാക്ക് അടിക്കും മിക്കവാറും അവസാനം. ഇങ്ങനെയാണ് പോകണമെങ്കിൽ. ഓക്കെ, ക്രൈഫ് ടു റൊണാൾഡോ, ക്രിസ്ത്യാനോ ടു നെയ്മർ. ഓക്കെ, നല്ല റോൾ ഓവർ, നല്ലൊരു ഗെയിം ഷോട്ട്. എൻ്റെ പറഞ്ഞ ഒരു രക്ഷയില്ല ഗൈസ്. അപ്പോൾ ഒരു രക്ഷയില്ല, നല്ലൊരു സ്കില്ലായിരുന്നു അവിടെ. പക്ക ടൈമിങ്, നമ്മുടെ പഴയ ടൈമിങ് ഇപ്പോഴാണ് ഒന്ന് സെറ്റാവണേ. ഓക്കെ, വീണ്ടും ഓപ്പണൻ്റ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. കഫ് ഡിഫെൻസ് ചെയ്യാണ്. നല്ലൊരു ഇൻ്റർസെപ്ഷൻ ആയിരുന്നു കഫിൻ്റെ വക. മെസ്സി നല്ല ഡബിൾ ടച്ച്. ഓക്കെ, ഇറ്റ്സ് കഫു നേരെ റൂമിനിങ് ഓടി കാണിക്കുന്നുണ്ടായിരുന്നു. റൂമിനിങ് നല്ലൊരു അയ്യോ. അങ്ങനെ ക്രിസ്ത്യാൻ്റെ വക ഒരു ബുള്ളറ്റ് ഹെഡർ കാണായിരുന്നു. നല്ല ഹൈറ്റ് ചാടിയുള്ളൊരു ഹെഡ് കാണായിരുന്നു. നെയ്മർ റോൾ ഓവർ. വേറൊരു ആവശ്യമില്ല ഗൈസ്. സാറല്ല ചെയ്ത് നമ്മളെ പഴയ ടൈമിങ് കാര്യങ്ങളൊക്കെ സെറ്റായി വരുമെന്ന് വിചാരിക്കാം. അതുകൊണ്ട് കുഴപ്പമില്ല. അഗൈൻ മൂഞ്ചി സ്കില്ലിടാൻ നോക്കുന്നതൊക്കെ ചിലതൊക്കെ പണിവാളിക്കൊണ്ടിരിക്കുന്നുണ്ട്. റോബർട്ടോ കാർലോസ്, മാൾഡീനി ടു ക്രൈഫിന് നേരെ, അതും മിസ്സാണ്. വിയറൊക്കെ കൊടുത്ത് കളിച്ചാൽ മതി, മെല്ലെ ബിൽഡപ്പ് ചെയ്ത് കയറി വന്നാൽ മതിയായിരുന്നു. ഓക്കെ, നെയ്മർ ടു റൂമിനിങ്. മെസ്സിന്ന് നേരെ കഫൂലേക്കാണ്. ഇറ്റ്സ് റൂമിനിക്ക് നല്ലൊരു ത്രൂ ബോൾ. നെയ്മർ നേരെ ക്രൈഫിലേക്ക്. ഇറ്റ്സ് ഗോൾ ഗായ്സ്. അങ്ങനെ 4ാമത്തെ ഗോൾ സ്കോർ ഉണ്ട്. ഈ നമ്മളിപ്പോൾ കസ്റ്റം ചെയ്ത ഈ ഫോർമേഷൻ ഒരു രക്ഷയില്ല ഗൈസ്. കിട്ടില്ല സാധനം. 2018 പെക്കർമാരുടെ സെയിം ഫോർമേഷൻ. അപ്പോൾ ഗൈസ് ഓപ്പണൻ്റ് നിർത്തിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കറങ്ങുന്നുണ്ട്. നമ്മളെന്തായാലും വൈഫൈയിലാണ് കളിക്കുന്നത്, അപ്പോൾ നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നില്ല. അപ്പോൾ ഗൈസ് ഓപ്പണൻ്റ് നിർത്തിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണ്. വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ ഇട്ട് വെച്ചേക്കുക. അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.